ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കാം. ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:13. ഇവിടെ ഞാൻ യോഹന്നാൻ സ്നാപകനെ കുറിച്ചും യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:13 സെക്കരിയാവിൻ്റെ അടുത്ത് സ്വർഗത്തിലെ ദൈവദൂതന്മാരിൽ പ്രധാനപ്പെട്ട ഒരു ദൂതൻ, ഗബ്രിയേൽ ദൂതൻ കടന്നു വന്ന് സെക്കരിയാവിനോട് പറയുന്നത്, സെക്കരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു. നിന്റെ ഭാര്യയായ എലിശബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേര് വിളിക്കണം. സെക്കരിയാവിനോട് പ്രധാന ദൂതനായ ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറയാ, സെക്കരിയാവേ, നീ ഇനി ഭയപ്പെടേണ്ട. നീ എന്തിനാണ് ഭയപ്പെടുന്നത്? നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയിരിക്കുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ദൈവം എന്നെ ദൂതനായി പറഞ്ഞു വിട്ടിരിക്കുന്നു. നിന്റെ ഭാര്യയായ എലിശബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേര് വിളിക്കണം എന്ന് സെക്കരിയാവിനോട് ഗബ്രിയേൽ ദൂതൻ പറയുന്നു. ഹല്ലേലൂയ. അടുത്തത് 18 വായിക്കുമ്പോൾ നമുക്ക് കേൾക്കാം, സെക്കരിയാവ് ദൂതനോട്, ഇത് ഞാൻ എങ്ങനെ ഉറപ്പായി അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയോവൃദ്ധയുമാണല്ലോ എന്ന് പറഞ്ഞു. ദൂതനോട് അങ്ങോട്ട് സെക്കരിയാവ് പറയും, ഇതെങ്ങനെ സംഭവിക്കും? ഇത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമില്ല. എനിക്കും വയസ്സായി, എൻ്റെ ഭാര്യയ്ക്കും വയസ്സായി, ഇത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മളെ പോലെ തന്നെയാണ് ചില പ്രവാചകന്മാർ നമ്മളോട് ദൂത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇതെങ്ങനെയാണ് നടക്കുന്നത്? ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് മക്കളെ. ഹല്ലേലൂയ. ദൂതൻ സെക്കരിയാവിനോട് തിരിച്ചു പറയുന്നത്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. നിന്നോട് സംസാരിക്കുവാനും ഈ സുവാർത്ത നിന്നെ അറിയിക്കുവാനും എന്നെ അവിടുന്ന് ദൈവം അയച്ചിരിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ ദൂതനാകുന്നു. ഈ വാക്ക് നിന്നോട് അറിയിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് എന്നെ പറഞ്ഞു വിട്ടതായിരിക്കുന്നു എന്ന് പറഞ്ഞു. തക്ക സമയത്ത് നിവർത്തിക്കുവാനുള്ള എൻ്റെ ഈ വാക്ക് നീ വിശ്വസിക്കാത്തത് കൊണ്ട് അത് സംഭവിക്കുന്നത് വരെ നീ സംസാരിക്കുവാൻ കഴിയാതെ ഊമനായിരിക്കുമെന്ന് പറഞ്ഞു. ദൈവം നമ്മളോട് പറയുന്നത് നമ്മൾ കേൾക്കണം, നമ്മൾ അനുസരിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ സെക്കരിയാവിനെ പോലെ ആ കുഞ്ഞിൻ്റെ ജനനം വരെ ഒരു ഊമനായി തീരും. നമ്മൾ ഊമനായിട്ട് തീരാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. നമ്മളുടെ ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ, ദൈവത്തിൻ്റെ പ്രവാചകന്മാർ, പ്രവാചികന്മാർ നമ്മളെ നോക്കിയിട്ട് ഒരു ദൂത് പറയുന്നുണ്ട്. തീർച്ചയായും ആ ദൂതിനെ നമ്മൾ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ വിശ്വസിക്കണം, നിങ്ങൾ സ്വീകരിക്കണം. അത് എന്നോടാണ് എൻ്റെ ദൈവം പറഞ്ഞതെന്ന് പൂർണ്ണമായി നമ്മുടെ അകത്ത് ആ വിശ്വാസം വരണം. ഹല്ലേലൂയ. അങ്ങനെ ഗബ്രിയേൽ ദൂതൻ സെക്കരിയാവിനോട് ഈ പറഞ്ഞതിന് ശേഷം, എലിശബത്ത് വയസ്സായ ഒരു സ്ത്രീയായിരുന്നു, ദൈവത്തിൻ്റെ ദൂത്. ആ ദൂത് പിന്നീട് അവൻ വിശ്വസിച്ചു. അവൾ ഗർഭിണിയായി എലിശബത്തിന് 6 മാസം തികയാറായപ്പോൾ എലിശബത്ത്, യോഹന്നാൻ സ്നാപകൻ എലിശബത്തിൻ്റെ ഗർഭപാത്രത്തിൽ 6 മാസമായി. ആ സമയത്ത് അതേ ദൂതൻ വേറൊരു സ്ഥലത്ത് കടന്നു വരുന്നത്. ഹല്ലേലൂയ. നമുക്ക് കേൾക്കാം. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ, ഇവിടെ എലിശബത്ത് 6 മാസം ഗർഭിണിയായ സമയത്ത് ഇവിടെ നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ ഗബ്രിയേൽ ദൂതൻ വീണ്ടും വരുന്നുണ്ട്. ദാവീദ് ഗൃഹത്തിലുള്ള യോസെഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യകയുടെ അടുക്കൽ അയച്ച്, കന്യകയുടെ പേർ മറിയ ആയിരുന്നു. ദാവീദ്, ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്തൊരു സ്ഥലത്തെക്കുറിച്ചാണ് വീണ്ടും സംസാരിക്കുക. നസറത്ത് ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസെഫിന് വിവാഹ നിശ്ചയം ചെയ്ത ഒരു സഹോദരിയായിരുന്നു മറിയ. അവിടെ പോയത് സെക്കരിയാവിൻ്റെ അടുത്താണ് ഗബ്രിയേൽ ദൂത് പറയാൻ പോയത്. ഇവിടെ വരുന്നത് ദാവീദ് ഗൃഹത്തിലുള്ള യോസെഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. യോസെഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളോട് ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം,
കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ടില്ല, വിവാഹം നിശ്ചയിച്ച്, നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞൊരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഒരു സ്ത്രീയുടെ അടുക്കലാണ് ഗബ്രിയേൽ ദൂതൻ രണ്ടാമത് വരുന്നത്. വന്നിട്ട് ഈ കന്യക എന്ന് പറയുന്ന ആ സഹോദരിയുടെ പേര് മറിയ എന്നായിരുന്നു. അവിടെ വന്നിട്ട് പറയാം, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, അത്യുന്നതൻ നിന്നോട് കൂടെയുണ്ട്. പെട്ടെന്ന് അങ്ങ് മറിയ ഞെട്ടിപ്പോയി. ഇതെങ്ങനെ സംഭവിക്കും അല്ലേ? നമുക്ക് കേൾക്കാം. അവൾ ഈ വാക്ക് കേട്ട് പരിഭ്രമിച്ചു, പെട്ടെന്ന് പേടിച്ചു പോയി. ഈ ദൈവത്തിൻ്റെ ദൂതൻ്റെ ശബ്ദം മറിയ കേട്ടപ്പോൾ പെട്ടെന്നൊരു പരിഭ്രമമുണ്ടായി, പെട്ടെന്നൊരു ഭയമുണ്ടായി. ഇതെന്തൊരു വന്ദനം! ഇതുവരെ എൻ്റെ ചെവിയിൽ കേൾക്കാത്തൊരു വന്ദനമായിരുന്നു കേട്ടത്. അതുകൊണ്ടാണ് അവൾ പരിഭ്രമിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ! ദൂതൻ മറിയയോട് പറയുന്ന ഒരു വാക്ക്, മറിയേ ഭയപ്പെടേണ്ട, നിനക്കും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. മറിയേ നീ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൽ നിന്ന് ഒരു കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേര് വിളിക്കണം. സെക്കരിയാവിനോട് പറയുന്നത്, നിന്റെ ഭാര്യ എലിശബത്ത് പ്രസവിക്കും ഒരു മകനെ, നീ അവന് യോഹന്നാൻ എന്ന് പേര് വിളിക്കണം. കന്യകയായ മറിയോട് വന്ന് പറയാ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, അത്യുന്നതൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്നു. അടുത്തതാണ് പറയുന്നത്, മറിയെ നീ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. ഈ കൃപ എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നതല്ല. ഇത് ദൈവം തെരഞ്ഞെടുത്ത മക്കൾക്ക് കിട്ടുന്നതാണ്. എത്രയോ സഹോദരിമാർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ആരുടെ അടുക്കലും ദൈവം ദൂതനെ വിട്ടിട്ടില്ല. ഒരു വിവാഹ നിശ്ചയം ചെയ്ത ഒരു കന്യക, കല്യാണം കഴിഞ്ഞിട്ടില്ല, ഒരു കന്യകയുടെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ, പ്രധാന ദൂതൻ ഗബ്രിയേൽ ദൂതൻ പറയുന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, അത്യുന്നതൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. ദൈവദൂതന്മാർ നമ്മളോടൊരു വിഷയം പറഞ്ഞാൽ നമ്മളത് അനുസരിക്കണം. ദൈവം ദൂതനെ പറഞ്ഞു വിടുന്നതാണ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരുവാൻ. പക്ഷെ ദൂതൻ്റെ വാക്ക് നമ്മൾ കേൾക്കണം. ഇവിടെ അതുകൊണ്ടാണ് ഈ പറഞ്ഞത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, അത്യുന്നതൻ നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിന് നിന്നോട് കൃപ തോന്നി. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുക, അവന് യേശു എന്ന് പേര് വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവനെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അതിന് ദൂതൻ മറിയ ദൂതനോട്, ഞാൻ കന്യകയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഒരു പുരുഷ സ്പർശനം ഞാൻ ഏറ്റിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ ഗർഭിണിയാകുക, പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുക എന്ന് ഭൗതികമായി ചിന്തിച്ചാൽ ഒരിക്കലും ഇത് നടക്കുന്ന കാര്യമല്ല. പക്ഷെ ദൈവത്തിൻ്റെ വാക്കാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയ ദൂതനോട് ചോദിച്ചപ്പോൾ ദൂതൻ തിരിച്ചു മറുപടി പറയാം, പരിശുദ്ധ ആത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ നിനക്ക് ജനിക്കുവാൻ പോകുന്ന വിശുദ്ധ സന്തതി ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിനക്ക് ജനിക്കാൻ പോകുന്ന നിനക്ക് ജനിക്കാൻ പോകുന്ന ആ മകൻ ഒരു ദൈവസന്തതിയാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ! നിന്റെ ബന്ധുവായ എലിശബത്ത് വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് വിളിച്ചു വരുന്നവൾക്കിത് 6-ാം മാസമാകുന്നു. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ എലിശബത്തിൻ്റെ ഗർഭപാത്രത്തിൽ 6 മാസം പൂർത്തിയാകുമ്പോഴാണ് വീണ്ടും കന്യക എന്ന മറിയയുടെ അടുക്കൽ വീണ്ടും ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറയുന്നത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, അത്യുന്നതൻ നിന്നോട് കൂടെയുണ്ട്. ആ സമയത്ത് പറഞ്ഞപ്പോൾ തന്നെ അവൾ അങ്ങോട്ട് ദൈവദൂതനോട് പറയുന്നൊരു വാക്കുണ്ട്, എലിശബത്ത് എന്ന് വിളിച്ചു വരുന്നക്ക് ഇത് 6-ാം മാസമാകുന്ന, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുത്തരം പറഞ്ഞു. അതിന് മറിയ, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ചില സമയങ്ങൾ ഇത്തിരി ലേറ്റാവും, ചില സമയങ്ങൾ പെട്ടെന്ന് നടക്കും. അബ്രഹാം പിതാവിന് ദൂത് പറഞ്ഞ് 24 വർഷം കഴിഞ്ഞ് 25-ാമത്തെ വർഷമാണ്
അബ്രഹാം പിതാവിന് ഇസഹാക്ക് ജനിച്ചിരിക്കുന്നത്. നമ്മളാണെങ്കിൽ 24 വർഷം വരെ ഞാൻ ഇനി കാത്തിരിക്കണോ, 25ാമത്തെ വർഷത്തിലാണ് എനിക്ക് ദൈവം ഒരു കുഞ്ഞിനെ തരുന്നത്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ദൈവം ഒരു ദൂത് പറഞ്ഞാൽ ദൈവം തക്ക സമയത്ത് നമ്മുടെ മേലെ അത് നിവർത്തിക്കും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇന്ന് നമ്മൾ കണ്ണുനീരിൽ താഴ്വരയിൽ കൂടെ നടന്നു പോയാലും ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ ദൂത് നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നീ ആ ദൂത് മാത്രം വിശ്വസിക്കുക. ആരൊക്കെ നമ്മളെ അകറ്റി നിർത്തിയോ, ഭയപ്പെടേണ്ട. ദൈവം പറയുന്നത് കുറച്ച് കാലം മാത്രം. എൻ്റെ ദൂത് നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നീ മനുഷ്യനെ ഭയപ്പെടേണ്ട. നിന്നെ നിരന്തരം നോക്കാൻ ഞാനുണ്ട്. ഇവിടെ ഭൗതികമായി ചിന്തിച്ചാൽ നടക്കുന്ന കാര്യമല്ല മറിയോട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞത്. പക്ഷെ ആ കാര്യം അവൾ വിശ്വസിച്ചു. അവൾ പറഞ്ഞൊരു വാക്ക്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. എന്താ ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ നമ്മളോട് പറയുമ്പോൾ ശരി, ഓക്കെ, ഇത് വിശ്വസിക്കുന്നു, ഇത് എൻ്റെ മേലെ സംഭവിക്കും എന്ന് പറയണം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഒരു ചെറിയ കുഞ്ഞു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹല്ലേലൂയ. എൻ്റെ കഥ എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഒരു പിശാച് എന്നോട് വന്ന് പറയാം. ഒരു പിശാചെന്ന രൂപത്തിൽ ഒരു മനുഷ്യനിലൂടെ പിശാച് എന്നോട് സംസാരിച്ചു. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞിനെ ഞാൻ നിങ്ങളുടെ മുഖത്ത് കാണിച്ചു തരത്തില്ല, ഒരിക്കലും എൻ്റെ കുഞ്ഞ് ജനിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, നിങ്ങളെ ഞാൻ കാണിച്ചു തരത്തില്ല എന്ന് ഒരു വ്യക്തി പറയാൻ ഇടയുണ്ടായി. ഹല്ലേലൂയ. ആ വ്യക്തി നല്ലൊരു മകനായിരുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി, ഒരു കഥയായിട്ടാണ് പറയുന്നത്, ഒരു നല്ലൊരു മകളായിരിക്കാം അല്ലെങ്കിൽ മകനായിരിക്കാം. പക്ഷേ പെട്ടെന്ന് ആ വ്യക്തിയുടെ നാവ് പിശാചെടുത്ത് ഉപയോഗിച്ചകൾ പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണാൻ പറ്റത്തില്ല എന്ന്. പക്ഷേ ഞാനതൊന്നും കേട്ടിട്ടില്ല. കർത്താവ് എന്നോട് പറയാം, നീ ആ കുഞ്ഞിനെ കണ്ടിട്ടേ ആ കുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞിൻ്റെ അമ്മ കാണത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഒരിക്കലും ഇത് നടക്കുന്ന കാര്യമല്ല, അല്ലേ? ആ കുഞ്ഞിൻ്റെ അമ്മയാണ് ആദ്യം കാണുക. ഡോക്ടർമാർ കണ്ടാൽ പിന്നെ അമ്മയാണ് കാണുക. ഒരിക്കലും നമുക്കത് നമ്മൾ ഏത് രീതിയിൽ ചിന്തിച്ചാലും അത് നടക്കത്തില്ല. പക്ഷേ ദൈവം ചെയ്തൊരു ദൂത് എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ ആദ്യം നീ കാണും, നീ കണ്ടിട്ട്. എന്തുകൊണ്ട് എന്നോട് പിശാച് പറഞ്ഞത് നീ കാണത്തില്ല, ആ കുഞ്ഞിൻ്റെ മുഖം നിന്നെ കാണിക്കത്തില്ല. പക്ഷേ പിശാച് പറയണമെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവം ആദ്യം എനിക്ക് മാത്രമേ ആ കുഞ്ഞിനെ കാണിച്ച് തരത്തുള്ളൂ. ഞാൻ കണ്ടിട്ട് ആ കുഞ്ഞിൻ്റെ അമ്മ കാണത്തുള്ളൂ. അത് പിശാചിനെ അറിയാം. അതുകൊണ്ട് എന്നെ ഒന്ന് ഭയപ്പെടുത്താൻ നോക്കി. ഞാൻ അങ്ങനെ ഭയപ്പെടുത്തില്ല. ഇപ്പം നല്ല ഉറച്ച വിശ്വാസത്തിലാണ് പോകുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ. ഹല്ലേലൂയ. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ, ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ദൈവം ദൂതനിറങ്ങി ആ ഡോക്ടർ വഴി എന്നോട് പറയാ, അമ്മ നിങ്ങൾ ലേബർ റൂമിൻ്റെ അകത്ത് കയറണമെന്ന്. ഹല്ലേലൂയ. എത്ര വലിയ ദൈവത്തിൻ്റെ പദ്ധതിയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഞാൻ സന്തോഷത്തോടുകൂടെ കയറി. കാര്യം ദൂത് പറഞ്ഞത് ദൈവമാണ്, ഞാനാണത് വിശ്വസിച്ചത്, ഞാനാണത് ഏറ്റെടുത്തത്. എനിക്ക് ആ ലേബർ റൂമിൽ കയറാനും പറ്റി. ആ മകൾ ആ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ ആ മകൾ കാണുന്നതിന് മുൻപേ ദൈവദൂതൻ എൻ്റെ കണ്ണിലാണ് കാണിച്ചത്. ആ കുഞ്ഞ് പുറത്തു വരുന്നതെല്ലാം ദൈവം എനിക്ക് കാണിച്ചു. പുറത്ത് വന്ന് ഞാൻ ആ കുഞ്ഞിനെ പുറത്ത് വരുമ്പോൾ തന്നെ ആ കുഞ്ഞിനെ എനിക്ക് സ്പർശിക്കാൻ ഇടയായി. ഞാൻ സ്പർശിച്ചതിന് ശേഷമാണ് ആ കുഞ്ഞിൻ്റെ അമ്മ കാണുന്നതും അമ്മ സ്പർശിക്കുന്നതും. ഇതൊരു വലിയൊരു സാക്ഷ്യമാണ് എനിക്ക്. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. എന്നോട് പിശാച് ഏതൊക്കെ രീതിയിൽ എന്നോട് വെല്ലുവിളിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ദൈവനാമം മഹത്വപ്പെടുമാറായിരുന്നു. ദൈവത്തിൻ്റെ നാമമാണ് അവിടെ മഹത്വപ്പെടുത്തിയത്. മനുഷ്യനും പിശാചും പറയുന്ന വാക്കല്ല നടക്കുന്നത്. ഒരു ദൈവ പൈതലെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയാണ് അവരുടെ മേലെയുള്ളത്. അനേക സഹോദരന്മാരുണ്ടാകാം, പക്ഷേ ദൈവം ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് വാഗ്ദത്തങ്ങളോടുകൂടിയാണ് ദൈവം അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ.
ജനങ്ങളെല്ലാം അവരെ ഒരു നിസ്സാരക്കാരനായിട്ട് കാണുമ്പോൾ, ഒരു നിസ്സാരക്കാരിയായി കാണുമ്പോൾ, ദൈവം പറയുന്നത് ഇവൾക്കാണ് എൻ്റെ കൃപയുള്ളത്, ഇവൻ്റെ മേലെയാണ് എൻ്റെ കൃപയുള്ളത്. അന്ന് ഞാൻ വിശ്വസിച്ചു, എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന്. നിങ്ങൾ വിശ്വസിക്കണം. പിശാച് പറയുന്നതല്ല കേൾക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം നമ്മളോട് എന്തു പറഞ്ഞു അതാണ് അനുസരിക്കേണ്ടത്, അതാണ് കേൾക്കേണ്ടത്, അതിനാണ് ചെവി കൊടുക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഈ മറിയോട് പറഞ്ഞത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, സെക്കരിയാവിനോട് പറഞ്ഞ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. 2 പേരോടും പറയാൻ സ്വർഗത്തിലെ ദൈവം പ്രധാന ദൂതരിൽ ഒരു ദൂതനെയാണ് അയച്ചത്, ഗബ്രിയേൽ ദൂതനെയാണ് 2 പേരോട് സംസാരിക്കാൻ അയച്ചത്. ഇതുപോലെ തന്നെയാണ് നമ്മളോടും ദൈവീക ദർശനത്തിൽ ദൈവീക ദൂതന്മാർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അത് വിശ്വസിക്കണം. മനുഷ്യൻ്റെ വാക്കിന് ചെവി കൊടുക്കരുത്. എൻ്റെ സാക്ഷ്യം പോലെ എൻ്റെ ജീവിക്കുന്ന കാലം മുഴുവൻ എനിക്കിതൊരു വലിയൊരു സാക്ഷ്യമാണ്. ഇതുപോലും അനേക സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിരുന്നു. ഈ 2012 മുതൽ ഈ 2025 വരെ ഇപ്പോഴും ദൈവം ഒരുപാട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ചിന്തിക്കാം, ലേബർ റൂമിൽ ഒരിക്കലും ഒരു സാധാരണ ഒരു സ്ത്രീയെ കയറ്റത്തില്ല. പക്ഷെ ഇവിടെ ഞാൻ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ അകത്തി ദൂത് കിടക്കുന്നു, എന്നെ വിളിക്കുന്നു, ഞാൻ പോകുന്നു. പ്രസവിച്ച കുഞ്ഞ്, ആ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആ കുഞ്ഞ് ഭൂമിയിൽ വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ തല മുതൽ കാല് വരെ കാണുന്നത് സ്വർഗത്തിലെ ദൈവം എനിക്കെല്ലാം കാണിച്ചു തരുന്ന ദൈവം. ഹല്ലേലൂയ! ഞാൻ എത്ര ഭാഗ്യവതിയാണ്, ഞാൻ എത്ര കൃപ ലഭിച്ചവളാണ്. അത്യുന്നതൻ എന്നോട് കൂടെയുണ്ട് എന്നുള്ള ഒരു തെളിവായിരുന്നു അത്. എനിക്ക് ആ കുഞ്ഞിനെ സ്പർശിക്കാൻ സ്വർഗത്തിലെ ദൈവം എനിക്കാദ്യം കൃപ തന്നു. അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിനെ സ്പർശിക്കുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തോട് പറയും, എൻ്റെ ഈ 2 കണ്ണ് എത്ര ഭാഗ്യമുള്ളതാണ്, എൻ്റെ ഈ കൈ എത്ര ഭാഗ്യമുള്ളതാണ്. അനേക മക്കളെ വിടുവിക്കുവാൻ എൻ്റെ നാവ്, എൻ്റെ കണ്ണ്, എൻ്റെ കൈ, എൻ്റെ ശരീരം ദൈവം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അനേക മക്കൾക്ക് തലമുറകളില്ലായിരുന്നു ദൈവമക്കളെ. അനേക മക്കൾക്ക് 24 വർഷം വരെ കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന മകളുണ്ടായിരുന്നു, ഒരു മകനും മകളുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. പ്രാർത്ഥിച്ചു. 2 മാസം തികയുന്നതിന് മുൻപേ അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു. 7 വർഷം, 8 വർഷം, 9 വർഷം. കാര്യം, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, അത്യുന്നതൻ നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് കൂടെ, സകലത് സാധ്യമാണ്. പല സ്ഥലത്തും നമ്മൾ വേദനിക്കേണ്ട അവസ്ഥ വരും, പക്ഷെ ദൈവത്തിൻ്റെ ദൂത് നമ്മൾ കേൾക്കും. എൻ്റെ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഇതാണ് നമ്മുടെ അകത്ത് വിശ്വാസം വരേണ്ടത്. ഹല്ലേലൂയ! ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറയും. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ തക്ക സമയത്ത് എന്നിലൂടെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടരുത്. നിങ്ങൾക്ക് ദൈവം, സഹോദരി സഹോദര, നിങ്ങൾക്ക് ദൈവം ഒരു ദൂതിനെ തന്നിട്ടുണ്ടോ? ആ ദൂതിനെ മാത്രം വിശ്വസിക്കുക. അതിൻ്റെ അകത്ത് നിരാശകൾ വരും, കണ്ണുനീര് വരും, ഒറ്റപ്പെടൽ വരും. തകർന്നു പോകാനല്ല ദൈവം വിളിച്ചത്. അനേകം മക്കളുടെ കണ്ണുകളെ തുറക്കുവാൻ, അനേകം മക്കൾ, ഇരുട്ടിൽ കിടക്കുന്ന മക്കളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു. നീ ഒരു വെളിച്ചമാണ്, നീ ഒരു സത്യ വെളിച്ചമാണ്. യേശുവിൻ്റെ ആത്മാവ് നിന്റെ മേലെയുണ്ട്. നിന്നിലൂടെ അനേക ദേശങ്ങളിൽ വെളിച്ചം പകരാൻ സ്വർഗത്തിലെ ദൈവം നിന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. വേദപുസ്തകം എടുത്ത ഒരു മക്കളും വേദപുസ്തകം വയ്ക്കരുത്. ഹല്ലേലൂയ! എപ്പോഴും വേദപുസ്തകം വായിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ! ഞാനൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് എൻ്റെ ബന്ധുക്കളൊക്കെ പറയും, ഏത് നേരം ഇത് തന്നെയാണ് ജോലി. കാര്യം, കർത്താവിനൊരു കാര്യം അസാധ്യമല്ല. കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ മേലെ വന്നാൽ, ഞാൻ കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞതുപോലെ, കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞതുപോലെ, നമുക്ക് രാത്രി ഏതാണ് പകൽ ഏതാണെന്ന് തിരിച്ചറിയാണ്ടാകും.
എപ്പോഴും ദൈവത്തോട് കൂടെ ഇരിക്കണം എന്നുള്ള ആഗ്രഹം നമ്മുടെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. പക്ഷേ ഒരിടത്തും വീണു പോവല്ലേ പൊന്നു ദൈവമക്കളെ, ഒരു വീഴ്ചയും കാണാൻ ഇടവരല്ലേ ദൈവമക്കളെ. നമുക്ക് പരീക്ഷകൾ വരുമ്പോഴും ആ പരീക്ഷയിലൊന്നും തോൽക്കാതെ മുൻപോട്ട് പോകണം. ഹല്ലേലൂയ. ഇന്ന് കുറച്ച് കൂടുതലായിട്ടാണ് സംസാരിച്ചത്. അത് എനിക്ക് ദൈവം തന്ന ആ സാക്ഷ്യം നിങ്ങളോട് ഷെയർ ചെയ്യണം. കാര്യം അനേക മക്കൾ എന്നിലുള്ള ഈ വചനം കേൾക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്കും ഒരു വാക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ എൻ്റെ ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കാം. നമുക്കൊരു 4 വരി പാട്ട് പാടിയിട്ട് പ്രാർത്ഥിക്കാം. സന്തോഷമുണ്ടല്ലോ എല്ലാ മക്കൾക്കും. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടാൻ വൻകൃപയേകിടണേ. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടാൻ വൻകൃപയേകിടണേ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിടണേ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിടണേ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ലോകത്തിലെ പാപ പിശാചിന് എന്നെയും നിങ്ങളെയും തൊടുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദുഷ്ടന്റെ ഘോര ശത്രു നമ്മളെ കാണാൻ ഇടവരികയില്ല. കാര്യം നമ്മൾ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിലാണ്. കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ വസിക്കുന്നവർക്ക് ഒരു ദോഷവും വരത്തില്ല. ഒരാളുടെ ശാപവാക്കും നമുക്ക് കേൾക്കത്തില്ല. ആര് നമുക്ക് വേണ്ടി എന്ത് ചെയ്താലും യഹോവയായ ദൈവം ഒരു മഹാവീരനായി നമ്മളോട് കൂടെയുണ്ട്. നമുക്കെതിരെ വരുന്ന ശത്രുക്കൾ ഏത് രീതിയിലാണെങ്കിലും നീ ഭയപ്പെടേണ്ട. നിന്നെക്കുറിച്ച് അപമാനം പറഞ്ഞാൽ നീ വേദനിക്കേണ്ട. നീ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, അപ്പാ അവർ പറയുന്നത്, അവർ ചെയ്യുന്നത് ഇന്നതാണെന്ന് അറിയാത്തത് കൊണ്ട് അവരോട് നീ പൊറുക്കണമേന്ന് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിന്നെ കുറ്റം വിധിക്കുന്നവർക്ക് വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിക്കണം. നിന്നെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിക്കണം. കാര്യം അവർ പാപികളാണ്. അവരുടെ നാവ് പിശാചെടുത്ത് ഉപയോഗിക്കുന്നതാണെന്ന് നീ ഓർക്കണം. നമ്മൾ ആള് മാറണം, സംസാരിക്കണം, ദൈവത്തോട് സംസാരിക്കണം, ദൈവ ശബ്ദത്തിന് ചെവി കൊടുക്കണം. ദൈവം നിന്നോടൊരു വാക്കു പറഞ്ഞു, തീർച്ചയായും ദൈവമക്കളെ അതേ സംഭവിക്കത്തുള്ളൂ. കുറച്ച് കാലം നമ്മൾ ഒറ്റപ്പെട്ട് മിണ്ടാതെ മൗനമായി ദൈവത്തിൻ്റെ ദൂതിനെ കേട്ട് വിശ്വസിച്ച് മറിയ പ്രാർത്ഥിച്ചതുപോലെ ഹൃദയത്തിൽ ചിന്തിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറുന്നത് വരെ പ്രാർത്ഥിക്കണം. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പാ പിതാവേ, ഇന്ന് കേട്ട വചനം പോലെ എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നീ വചനം കേട്ട ഓരോ മക്കൾക്കും ദൈവമേ അവിടുന്ന് ഉറപ്പും ധൈര്യവും കൊടുക്കണമേ. ലോകത്തിലെ പാപ പിശാച് ഒരു മക്കളെയും തൊടാത്ത വണ്ണം കർത്താവേ നിന്റെ കൃപ നിന്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണമേ അപ്പാ. ഒരു കുഞ്ഞുങ്ങൾ പോലും നശിച്ചു പോകാൻ അനുവദിക്കല്ലേ അപ്പാ. യേശപ്പച്ച, എത്രയോ അച്ഛനമ്മമാർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. എത്രയോ മക്കൾ അച്ഛനമ്മമാരെ തിരിഞ്ഞു നോക്കാതെ, എത്രയോ അച്ഛനമ്മ മക്കളെ നോക്കാതെ നിൽക്കുന്നു കർത്താവേ. ആ അവസരങ്ങളിൽ നിന്നെല്ലാം ദൈവജനങ്ങളെ വിടുവിക്കണമേ കർത്താവേ. അവസരങ്ങളെല്ലാം മാറട്ടെ, ആരും നശിച്ചു പോകല്ലേ കർത്താവേ. യേശുപ്പച്ച, കുറ്റം വിധിക്കുന്നവർ കുറ്റം വിധിക്കട്ടെ. അവരുടെ നാവ് പിശാചെടുത്ത് ഉപയോഗിക്കുന്നപ്പ അവരെ എല്ലാവരെയും വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ.
ആർക്കും നാഥ ഒരു ദോഷം വരുവാൻ അനുവദിക്കല്ലേ. ദീർഘായുസ്സും ദീർഘാരോഗ്യത്തോടുകൂടെ എല്ലാവരും സന്തോഷത്തോടുകൂടെ ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകണമേ. എന്നെയും എൻ്റെ കുടുംബത്തെ, എൻ്റെ തലമുറകളെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.